ഹായ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം എന്നല്ല, നമ്മുടെ ലോങ് വീഡിയോ ഏകദേശം നോക്കി എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് 3 പേരയ്ക്കുണ്ട്. പേരമരം, കുഞ്ഞുമരം, അത്യാവശ്യം രണ്ടെണ്ണം അത്യാവശ്യം വലുതായിരുന്നു. ഇത് നമ്മുടെ ഇപ്പം മേടിച്ച് വെച്ചിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറേ പേരയ്ക്ക് നിൽപ്പുണ്ട്. കുഞ്ഞു കണ്ട പേരയാണ്. എനിക്കൊരു പേരാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പുറത്ത് വഴിയോരത്തൊക്കെ വലിയൊരു പേരയ്ക്ക ഇട്ടില്ലേ മേടിക്കാനൊക്കെ, ആ ഒരു പേരയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു സൈസാണ്. അപ്പം രാവിലെ ഞാനൊരു കുഞ്ഞു പേരയ്ക്ക ഇതിൽ നിന്ന് കിട്ടിയെന്നല്ല, കുഞ്ഞൊരു ഇത് വിളഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് അടക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു പേരയ്ക്ക വിളഞ്ഞു വന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ കിളികൾ കടിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് അടത്തിയെടുക്കാമെന്ന് കരുതി. എല്ലാം അടക്കണില്ല, ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടപ്പൻ ഇങ്ങനെ അടത്തിയെടുക്കാമെന്ന് വിചാരിച്ച് അടത്തി നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാൻ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കത്തി കൊണ്ട് എടുക്കേണ്ടതായിരുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിനെക്കാട്ടിലും വലിപ്പം വരുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് അടിപൊളിയായിട്ട് വിളഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഒരു 3/4 ഒരു 3 ദിവസം കൂടെ നിൽക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് വിളഞ്ഞേനെ. ബാക്കി ഭാഗം കൂടെ നമുക്കവിടെ നിൽക്കട്ടെ, പിന്നെ അടത്തിയെടുക്കാം. അപ്പൊട്ടി പിച്ചാത്തി പോയി എടുത്തിട്ടുണ്ടെന്നേ, നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ മോനോട് ഞാൻ പിച്ചാത്തി എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. അത് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് വലിപ്പമുണ്ട്, നല്ല വലുതായിട്ട് വരുന്നുണ്ട്. നമുക്കത് എന്തായാലും കട്ട് ചെയ്ത് നോക്കാം. ഞാനത് രാവിലെ കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ല എന്തൊരു പ്രത്യേക ഒരു ടേസ്റ്റ്, കുരു ഇല്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ വേറൊരു ചെടിയും കൂടെ കാണിച്ചുതരാവേ. ഇത് വെയിലത്ത് നടുവാണെങ്കിൽ അടിപൊളിയാണ്. പല നിറത്തെന്ന് വെച്ചാൽ നമ്മൾ വെയിൽ വരുന്നതനുസരിച്ച് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. തിളിർപ്പ് ഒരു ഗോൾഡൻ പോലെ ഉണ്ടോ, പച്ച ഗോൾഡൻ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പീനട്ട് ബട്ടറിൻ്റെ കാര്യം ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു പീനട്ട് ബട്ടർ കൊള്ളത്തില്ലെന്ന്. പക്ഷെ ഞാനും പറയുന്നു, എനിക്കും കഴിച്ചു നോക്കിയത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലെ ഇവിടെ നിന്ന് മാതളം കുറേ കായ്ച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഇപ്രാവശ്യം ഒരു കായ പോലും നമുക്ക് അടത്താനായിട്ട് കിട്ടുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല, അടത്താനായിട്ട് കിട്ടുന്നില്ല നമുക്കിതൊന്ന് വേണ്ടേ. പക്ഷെ നല്ല കഴിക്കുന്നോ, ബാ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തത് ഒരുമാതിരി വല്ലാത്തൊരു ഷേപ്പിലായിപ്പോയി. ഇതിനകത്ത് ഞാനൊന്നും എടുത്ത് കാണിക്കാവേ. ഒരു കുരു കുറവാണ് ഇതിനകത്ത്, കണ്ടോ? ഈ ഒരു പീസിനകത്ത് കുരു കുറവാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. പൊതുവെ മഴയാണെങ്കിലും വെള്ളമൊന്നും കയറിയിട്ടില്ല, നല്ല ടേസ്റ്റ്. ഈ ഒരു ഭാഗം നല്ല രുചിയാണ് കേട്ടോ. ഇത്രയും ഭാഗം അടിപൊളി ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. എന്തോ പറയാം, കടയിൽ നമ്മൾ വലിയ പേർക്ക് മേടിക്കത്തില്ലേ, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ അവിടെ ഇരിക്കുന്ന പേരയ്ക്കാണ് ഈ ചുമന്ന പേരയ്ക്ക. ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ മൊത്തവും കേടായി അങ്ങനെ ഇതാണ്ടേ. ഈ ഒരു പാസപ്പുട്ടുണ്ടല്ലോ, എല്ലാം തൊഴിഞ്ഞു വാടിപ്പോയി. ഇതിനകത്ത് കാച്ച റംബൂട്ടാനാണെങ്കിൽ കുഞ്ഞു കായുമായിരുന്നു, അതിനകത്തൊന്നുമില്ല. അതെന്താണ് ഈ വർഷം അങ്ങനെ ആയെന്നറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു പേരയ്ക്ക് നമ്മൾ അടത്തിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിനകത്ത് ഫുള്ളും പേരയുടെ വീഡിയോയാണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത വട്ടം മാറ്റി പിടിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.